തിരുവനന്തപുരം മുകേഷിന്റെ വസതിക്ക് മുൻപിലാണ് മഹിളാ മോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പലരും പ്രതിഷേധങ്ങളുമായി എത്തുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയും പോലീസ് വട്ടമടിച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ മുകേഷിനെതിരായ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. MLA സ്ഥാനം രാജിവെക്കണം മുകേഷ് എന്ന ആവശ്യവുമായി സംഘടനകളൊക്കെ പ്രതിഷേധ രംഗത്ത് വരുമ്പോഴും ഇപ്പോൾ VD സതീശൻ നേരത്തെ പറഞ്ഞത് അക്കാര്യം തീരുമാനിക്കേണ്ടത് CPM എന്നാണ്. CPM ആകട്ടെ ഈ നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. ഇത് ആരോപണങ്ങളാണ് എന്ന മുകേഷിന്റെ വാദത്തോട് ഒപ്പം നിൽക്കുന്നു CPM എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു തീരുമാനം ഒരു തരത്തിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സ്റ്റെഫിൻ വിവരങ്ങൾ വേണ്ട. സ്റ്റെഫിൻ, പല സംഘടനകളും പ്രതിഷേധവുമായി എത്തുകയാണ്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ആണല്ലേ, കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ടോ? എന്താണ് സ്ഥിതി അവിടെ? ഇതിച്ച് ആദ്യം വന്നപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും ബാരിക്കേഡിന്റെ അപ്പുറത്തെ വശത്തേക്ക് ചാടിക്കടന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചു. ഈ വലിയൊരു പ്രതിഷേധവുമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസും ഈ പ്രദേശത്തേക്ക് വന്നത്. ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഈ പ്രവർത്തകരുടെ ശ്രമം ആദ്യം മുതൽ തന്നെ പോലീസ് പ്രതിരോധിച്ചിരുന്നു. പിന്നീട് ആദ്യം യൂത്ത് കോൺഗ്രസ് ഇവിടെ എത്തി വലിയ പ്രതിഷേധവുമായി എത്തി. അതിനുശേഷം അവർ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത നേതാക്കൾ സംസാരിച്ചു. അതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞില്ല. അങ്ങനെ കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടി മറുഭാഗത്തേക്ക് മുകേഷിന്റെ വീടിന്റെ ആ ഭാഗത്തേക്ക് ഓടി അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോഴാണ് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ളൊരു ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ ആ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആ ബാരിക്കേഡ് ചാടിക്കടന്ന് അപ്പുറ ഭാഗത്തേക്ക് മുകേഷിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോകാൻ ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രദേശത്ത്. നേരത്തെ നമ്മൾ മുൻപൊക്കെ കണ്ടു, കൊല്ലത്ത് പ്രതിഷേധം കണ്ടു. അതിന് സമാനമായ രീതിയിൽ പരിമിതമായ ആളുകളെ ഉള്ളുവെങ്കിൽ പോലും വലിയ സംഘർഷത്തിലേക്ക് അടക്കം കലാശിക്കുന്ന രീതിയിൽ പ്രതിഷേധമാണ് ഇവിടെ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് മുകേഷിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ ചാടിക്കടന്ന പ്രവർത്തകരെ ഒന്നും തന്നെ മുകേഷിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കടക്കുന്നതിന് വേണ്ടി പോലീസ് അങ്ങോട്ടേക്ക് വിട്ടിട്ടില്ല. പ്രവർത്തകരെ ഉടൻ തന്നെ ആ ചാടിക്കടന്ന പ്രവർത്തകരെ പിടികൂടുകയും മറുഭാഗത്തേക്ക്. ശരി, മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ തടയുകയാണ്.